ഹലോ എല്ലാവർക്കും നമസ്കാരം. ബി.എ. സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ട് കേരള PSC 2017 കണ്ടക്ട് ചെയ്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിന്റെ 5th പാർട്ട് വീഡിയോ ആണ് ഇന്നത്തേത്. പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question, difference in levels of outer and inner edges of a rod along the curve is called. Options തന്നിരിക്കുന്നത് cant, gradient, side slopes, camber. ഒരു വെഹിക്കിൾ ഒരു കർവ്ഡ് റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും. അതായത് റോഡിന്റെ ഔട്ടർ എഡ്ജിന്റെ ഡയറക്ഷനോട് എലോങ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്കായിരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സ് കാരണം വെഹിക്കിളിന് റോഡിന്റെ ഔട്ടർ എഡ്ജിലേക്ക് മൂവ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ ടെൻഡൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോഡിന്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് കുറച്ച് ഹയർ ലെവലിലേക്ക് റേസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ റേസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ക്യാൻഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അതാണ്. റോഡിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ എഡ്ജ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ എ ക്യാൻഡ് ആണ് ആൻസർ. Question, the widening of road is not required when its radius will be options less than 350 meters, more than 400 meters, more than 300 meters and more than 460 meters. Answer option C, more than 300 meters ആണ്. വൈഡനിങ് എന്ന് പറയുന്നത് കർവ്ഡ് റോഡ്സിൽ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ വിഡ്ത്തിനെയാണ് എക്സ്ട്രാ വൈഡനിങ് അല്ലെങ്കിൽ വൈഡനിങ് എന്ന് പറയുന്നത്. അത് കർവ്ഡ് റോഡിന്റെ റേഡിയസ് 300 മീറ്റേഴ്സിലും കൂടുതലാണെങ്കിൽ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 300 മീറ്റേഴ്സ് റേഡിയസിനേക്കാളും കുറവാണ് കർവിന്റെ റേഡിയസ് എന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എക്സ്ട്രാ വൈഡനിങ് കൊടുത്തിരിക്കണം. ഇനി എക്സ്ട്രാ വൈഡനിങ് രണ്ട് ടൈപ്സ് ഉണ്ട്, മെക്കാനിക്കൽ വൈഡനിങ് ആൻഡ് സൈക്കോളജിക്കൽ വൈഡനിങ്. അതിൽ മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ഒരു കർവ്ഡ് പാത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ഒരു വെഹിക്കിൾ ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഫ്രണ്ട് വീൽസ് ഇതും ബാക്ക് വീൽസ് അതായത് റെയർ വീൽസ് ഇതുമാണ്. ഓക്കെ, അപ്പോൾ ഈ വെഹിക്കിൾ ഈ കർവ്ഡ് പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാക്കിലെ വീല് പുറത്തേക്ക് റോഡിന് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിന്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലാക്കി കൊടുക്കും. ദാറ്റ് റോഡിന്റെ പുറത്തേക്ക് ഈ വീൽസ് പോവാത്തക്ക രീതിയിൽ റോഡിന്റെ വിഡ്ത്ത് കുറച്ച് കൂട്ടി കൊടുക്കുന്നതിനെയാണ് മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത്. അടുത്തത് സൈക്കോളജിക്കൽ വൈഡനിങ്. സൈക്കോളജിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് ആ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറിന്റെ സൈക്കോളജിക്കൽ റീസൺസ് കാരണമാണ് സൈക്കോളജിക്കൽ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു കർവ്ഡ് പാത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഒരു ഡ്രൈവർ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന പ്രോബ്ലംസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കേസിലുള്ള ആ ഒരു വെഹിക്കിളിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിന്റെ വിഡ്ത്ത് കുറച്ച് കൂട്ടി കൊടുക്കുന്നതിനെയാണ് സൈക്കോളജിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത്. ഈ രണ്ട് കേസിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അതായത് സൈക്കോളജിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ 9.5 √R ആണ്. V എന്ന് പറയുന്നത് വെഹിക്കിളിന്റെ വെലോസിറ്റി ആണ്. R എന്ന് പറയുന്നത് റോഡിന്റെ റേഡിയസ് ആണ്. ഇനി WM എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് മെക്കാനിക്കൽ വൈഡനിങ് ആണ്. അതിന്റെ ഇക്വേഷൻ NL²/2R ആണ്. N എന്ന് പറയുന്നത് റോഡിന്റെ നമ്പർ ഓഫ് ലെയിൻസും L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വീൽ ബേസ് വെഹിക്കിളിന്റെ വീൽ ബേസിന്റെ ലെങ്ത്തും R എന്ന് പറയുന്നത് റോഡിന്റെ റേഡിയസും ആണ്. ടോട്ടൽ എക്സ്ട്രാ വൈഡനിങ് ഒരു റോഡിന് പ്രൊവൈഡ് ചെയ്യുന്നത് സം ഓഫ് മെക്കാനിക്കൽ വൈഡനിങ് ആൻഡ് സൈക്കോളജിക്കൽ വൈഡനിങ് ആണ്. ഇക്വേഷൻ V/9.5 √R + NL²/2R. ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും ചോദിച്ചു കാണാറുണ്ട്, ഇതിനെ വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഓർത്ത് വെച്ചേക്കുക കേട്ടോ. Third question, the circular isolated depressions formed on the road surface. റോഡ് സർഫസിൽ കാണാൻ പറ്റുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള സർക്കുലർ ഡിപ്രഷൻസിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കൊറുഗേഷൻ, ഡിഫോർമേഷൻ, പോർട്ട് ഹോൾസ്, ബോറോപിറ്റ്. ആൻസർ ഓപ്ഷൻ സി പോർട്ട് ഹോൾസ് ആണ്. അതായത് റോഡിൽ കാണുന്ന കുണ്ടും കുഴികളില്ലേ അതിനെയാണ് പോർട്ട് ഹോൾസ് എന്ന് പറയുന്നത്. Fourth question, when a rising grade meets with a horizontal road, the type of curve adopted to connect them is called. ഒരു റൈസിംഗ് ഗ്രേഡിയന്റ് ഒരു ഹൊറിസോണ്ടൽ റോഡിനെ മീറ്റ് ചെയ്യുമ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കർവ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ട്രാൻസിഷൻ കർവ്, സമ്മിറ്റ് കർവ്, വാലി കർവ്, സിമ്പിൾ കർവ്. ആൻസർ ഓപ്ഷൻ ഡി സിമ്പിൾ കർവ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കാം.
ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡ് ഒരു കർവ്ഡ് റോഡിനെ മീറ്റ് ചെയ്യുമ്പോൾ അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോർഷനിൽ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ട്രാൻസിഷൻ കർവ്. ഫിഗറിൽ നോക്കിയാൽ കാണാം, ഒരു സ്ട്രെയിറ്റ് റോഡാണ്, അതൊരു സർക്കുലർ കർവിനെ മീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കൊടുക്കുന്ന കണക്ഷനായിട്ട് കൊടുക്കുന്ന കർവിനെയാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. അടുത്തത് സമ്മിറ്റ് കർവ്. സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത് ഒരു റൈസിംഗ് ഗ്രേഡിയന്റ് ഒരു ഫോളിംഗ് ഗ്രേഡിയന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് സമ്മിറ്റ് കർവ്. വാലി കർവ് നേരെ ഓപ്പോസിറ്റ് കേസ് ആണ്. ഒരു ഫോളിംഗ് ഗ്രേഡിയന്റ് ഒരു റൈസിംഗ് ഗ്രേഡിയന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കർവ് ആണ് വാലി കർവ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിഡ്ത്ത് ഓഫ് ബല്ലാസ്റ്റ് സെക്ഷൻ ഫോർ ബ്രോഡ് ഗേജ് ഈസ്. ബ്രോഡ് ഗേജിന്റെ ബല്ലാസ്റ്റ് സെക്ഷന്റെ വിഡ്ത്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1.83 meters, 2.25 meters, 3.35 meters, 4.3 meters. ആൻസർ ഓപ്ഷൻ സി 3.35 meters ആണ് ബ്രോഡ് ഗേജിന്റെ ബല്ലാസ്റ്റ് സെക്ഷന്റെ വിഡ്ത്ത്. മീറ്റർ ഗേജിന്റെ ബല്ലാസ്റ്റ് സെക്ഷൻ വിഡ്ത്ത് ആണെങ്കിൽ 2.25 മീറ്റേഴ്സും നാരോ ഗേജിന്റേത് 1.83 മീറ്റേഴ്സും ആണ്. Sixth question, the thread of wheels is provided an outward slope of. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1 in 10, 1 in 20, 1 in 15, 1 in 25. വീൽസിന് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കോണിംഗ് ഓഫ് വീൽസ് എന്നാണ് പറയുക. മെയിൻലി റെയിൽവേയിലാണ് വീൽസിന് കോണിംഗ് പ്രൊവൈഡ് ചെയ്യാറ്. ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ വീൽസിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്ലോപ്പിനെയാണ് കോണിംഗ് എന്ന് പറയുന്നത്. ആ സ്ലോപ്പ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി 1 in 20 ആണ് വീൽസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ്. Question, the side slope of embankments for a railway track is generally taken as. റെയിൽവേ ട്രാക്കിന്റെ എംബാക്ക്മെന്റിന്റെ സൈഡ് സ്ലോപ്പ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1:1, 2:1, 1.5:1 and 1:2. ആൻസർ ഓപ്ഷൻ ബി 2:1 ആണ്. Eighth question, the minimum size of rainwater pipe shall be. റെയിൻവാട്ടർ പൈപ്പിന്റെ മിനിമം സൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 40 mm, 50 mm, 75 mm, 100 mm. ആൻസർ 40 mm ആണ്. 40 mm ആണ് റെയിൻവാട്ടർ പൈപ്പിന്റെ മിനിമം ഡയമീറ്റർ. Ninth question, the effect produced by the elevation and general planning of a building is known as. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എലഗൻസ്, റൂമിനസ്, പ്രോസ്പെക്ട്, ആസ്പെക്ട്. ഇതെല്ലാം ബിൽഡിംഗ് പ്ലാനിങ് എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. സോ ഈ എലഗൻസ്, റൂമിനസ് എന്നൊക്കെ പറയുന്നത് ബിൽഡിംഗ് പ്ലാനിങ്ങിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. സോ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. First one, aspect. Placement of rooms such that it will get enough air and light, which in turn gives more comfort to the occupants. A room which receives light and air from a particular direction is said to have aspect of that direction. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ റൂംസ് അറേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഒക്യുപ്പൻസിന് മാക്സിമം കംഫർട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം. മാത്രമല്ല അതിൽ ലൈറ്റും എയറും എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് എൻറ്റർ ചെയ്യുന്നതിനെ അനുസരിച്ചിട്ടും ആയിരിക്കണം ആ റൂംസ് അറേഞ്ച് ചെയ്യേണ്ടത്. സോ ഒരു റൂമിൽ ഏത് ഡയറക്ഷനിലാണോ എയറും ലൈറ്റും എൻറ്റർ ചെയ്യുന്നത് ആ ഡയറക്ഷനെയാണ് ആ റൂമിന്റെ ആസ്പെക്ട് എന്ന് പറയുന്നത്. അടുത്തത് പ്രോസ്പെക്ട്. പ്രോസ്പെക്ട് ഇസ് ദ വ്യൂ ഫ്രം ഔട്ട്സൈഡ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിന്റെ വ്യൂ എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രോസ്പെക്ട് എന്ന് പറയുന്നത്. അതായത് ബിൽഡിംഗ് ഷുഡ് ക്രിയേറ്റ് എ ഗുഡ് ഇംപ്രഷൻ ഓൺ പീപ്പിൾ ഹു വ്യൂ ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. ഒരാൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ആ ബിൽഡിങ്ങിന് ഒരു നല്ല ഇംപ്രഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ. അതിനെയാണ് ബിൽഡിങ്ങിന്റെ പ്രോസ്പെക്ട് എന്ന് പറയുന്നത്. അടുത്തത് സർക്കുലേഷൻ. ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഇൻസൈഡ് ദ ബിൽഡിംഗ് ഓർ പ്രിമിസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെന്റ്. മൂവ്മെന്റ് എന്ന് പറയുന്നത് സർക്കുലേഷൻ എന്ന് പറയുന്നത് ബിൽഡിങ്ങിനുള്ളിലൂടെയോ അല്ലെങ്കിൽ ആ പ്രിമിസസിനുള്ളിലൂടെ മൂവ്മെന്റ് നടത്തുന്നതിനെയാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. മൂവ്മെന്റ് ഹൊറിസോണ്ടൽ മൂവ്മെന്റും ആവാം, വെർട്ടിക്കൽ മൂവ്മെന്റും ആവാം. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് മൂവ് ചെയ്യുന്നതിനെയും വെർട്ടിക്കൽ മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ്. ബൈ മീൻസ് ഓഫ് എ സ്റ്റെയർ ആവാം അല്ലെങ്കിൽ ഒരു എലിവേറ്റർ ആവാം, അങ്ങനെ ഏത് മീൻസ് ആണെങ്കിലും ഫ്ലോർ ടു ഫ്ലോർ മൂവ്മെന്റിനെയാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലെക്സിബിലിറ്റി. A room which is already planned for a particular function should also be able to use for another function. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പം ഒരു റൂമിന് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വേറൊരു ആവശ്യം വന്നാലും അതിനെ മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിന്റെ കൺസ്ട്രക്ഷൻ. അതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് റൂമിനസ്.
ഗെറ്റിംഗ് മാക്സിമം അഡ്വാൻറ്റേജ് ഫ്രം മിനിമം ഡയമെൻഷൻസ് ഓഫ് എ റൂം. ഒരു റൂമിന് മിനിമം ഡയമെൻഷൻസ് കൊടുത്തുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടുക, അല്ലെങ്കിൽ അതിലെ മാക്സിമം സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് റൂമിനെസ് എന്ന് പറയുന്നത്. ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എ റൂം അഫക്ട്സ് റൂമിനെസ്. റൂമിന്റെ ഷേപ്പും സൈസും എല്ലാം റൂമിനെസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, റെക്ടാങ്കുലർ റൂം ഹാസ് മോർ റൂമിനെസ് ദാൻ സ്ക്വയർ റൂം. റെക്ടാങ്കുലർ റൂമിനാണ് സ്ക്വയർ റൂമിനേക്കാളും റൂമിനെസ് കൂടുതൽ. അടുത്തത് ഗ്രൂപ്പിംഗ്. അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് റൂംസ് ഓഫ് എ ബിൽഡിംഗ് ആസ് പെർ ദ കൺവീനിയൻസ് ഓഫ് ദ ഓക്യുപ്പൻസ്. ഓക്യുപ്പൻസിന്റെ കൺവീനിയൻസിനനുസരിച്ചിട്ട് റൂംസ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എലഗൻസ്. ഇറ്റ് ഈസ് എ ഗ്രാൻഡ് അപ്പിയറൻസ് ഓഫ് എ ബിൽഡിംഗ് മെയിൻലി ഓയിങ് ടു ദ എലിവേഷൻ ഓഫ് ദ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ എലിവേഷൻ വ്യൂവിൽ അതിനൊരു ഗ്രാൻഡ് അപ്പിയറൻസ് കൊടുക്കുന്നതിനെയാണ് എലഗൻസ് എന്ന് പറയുന്നത്. Elegance of a building can be improved by choosing superior building materials. Superior building materials യൂസ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ providing projections like sunshades, balconies or specially designed windows, porches, etc. സൺഷെയ്ഡ്സ്, ബാൽക്കണീസ് അല്ലെങ്കിൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള വിൻഡോസ്, പോർച്ചസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാവാം ആ ബിൽഡിങ്ങിന്റെ എലഗൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എക്കോണമി. എ ബിൽഡിംഗ് ഷുഡ് ഹാവ് മിനിമം കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വിത്ത് മാക്സിമം യൂട്ടിലിറ്റീസ്. മാക്സിമം യൂട്ടിലിറ്റീസ് വേണം താനും, എന്നാലും മിനിമം കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഉള്ള രീതിയിലായിരിക്കണം ബിൽഡിംഗ് പണിയേണ്ടത്. അതിനെയാണ് എക്കോണമി എന്ന് പറയുന്നത്. ഇതെല്ലാം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയാം. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോയിന്നുള്ളൂ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദ എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എലിവേഷൻ ആൻഡ് ജനറൽ പ്ലാനിംഗ് ഓഫ് എ ബിൽഡിംഗ് ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ എ, എലഗൻസ് ആണ്. എല്ലാ പോയിന്റ്സും നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. റൂമിനെസ്, പ്രോസ്പെക്ട്, ആസ്പെക്ട് എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10th question. Site plan as per N.B.C should be drawn to scale of not less than. നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചിട്ട് സൈറ്റ് പ്ലാൻ വരയ്ക്കാനുള്ള മിനിമം സ്കെയിൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1:400 ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അതില്ല. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനും ആയിരുന്നു. സോ ആൻസർ 1:400 ആണ് മിനിമം സ്കെയിൽ ഫോർ സൈറ്റ് പ്ലാൻ. സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്